എന്തിട്ട് പരിപാടി മക്കളെ, ഒന്നും പറയണ്ട കേട്ടോ. ഇന്നലെ ഒരു ഗുരുദ്വാര പോലത്തെ ഒരു സംഭവം, ഗുരുദ്വാര തന്നെ പറഞ്ഞത്. അവിടെ ടെൻ്റ് അടിച്ചിട്ട് നടന്നിട്ടില്ലേ, ടെൻ്റ് അടിച്ചു, പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയത്രയെന്ന് അറിയും, 12 മണി. എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ടിട്ട് 11 മണി വരെ ഗംഭീര മഴ നടന്നു. ഇവിടെ ഫുള്ള് മഴ പെയ്തിട്ട് കണ്ടില്ലേ, ഫുള്ള് സീന നടന്നു. ഞാൻ എന്നിട്ട് രാത്രി ഇന്നലെ ടെൻ്റ് അടിക്കുന്നതായിട്ട് ഇതൊന്നും കണ്ടിട്ടുണ്ടാണെന്നില്ല. രാവിലെ എനിക്ക് നോക്കി ഇവിടെ തൊട്ട് ഫ്രണ്ടിലിൻ്റെ പുഴയാ നോക്കിയേ. മഴ അങ്ങനെ ചാറി ചാറി നിൽക്കുന്നുണ്ട്. പോണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കണേ. പോയി കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പെടുമല്ലോ. അപ്പം എന്താ വേണ്ടതെന്നിങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാൻ നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒന്നും പറയണ്ട മക്കളെ കാര്യങ്ങൾ. ഞാൻ നല്ല ടെൻറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ പണിയാവുമെന്ന് ആലോചിക്കണം. ഇനി മഴ ചാറണമുണ്ട്, ഉണ്ടോ, മഴ ചാറിക്കൊണ്ടിരിക്കുക. ഒന്നുകിൽ ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ നാളെ പോവുക. ഇപ്പം എന്താ വേണ്ടതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അതാണ് ഇപ്പോൾ പ്രശ്നം കൂടുതൽ. നോക്കട്ടെ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടേ. ഇപ്പോൾ 12 മണി കഴിഞ്ഞ് പോയിട്ടും വലിയ കാര്യമില്ല. അതാണ് പ്രശ്നം. പോണോ വേണ്ടതെന്നുള്ള ഡബിൾ മൈൻഡ് ആയിട്ടാണ് നിൽക്കണം. ഇപ്പോൾ ഞാൻ എന്തായാലും എന്താ വേണ്ടെന്ന് നോക്കാം. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ സൈക്കിളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു ഞങ്ങൾ. വേഗം ഒന്നും നോക്കിയില്ലെങ്കിൽ സൈക്കിളൊക്കെ സെറ്റായി, ടെൻ്റൊക്കെ മടക്കി വെച്ചു. സമയം എത്രയെന്നറിയോ, 1:30 ആയിന്നുണ്ട്. കറക്റ്റ് 1:30, 5 മിനിറ്റ് കൂടി. അപ്പോൾ ഞാൻ ഇവിടുന്ന് മെല്ലെ ഇറങ്ങാൻ വിചാരിച്ചു. ഇപ്പോൾ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ശരി മക്കളെ. ചൂട് അതിൻ്റെ ഉള്ളിൽ ഒരുമാതിരി വൃത്തിയായിട്ട ചൂട്. ടണല് കഴിഞ്ഞു മക്കളെ. നേരത്തെ പിണ്ടി നോക്കി എന്നെ കണ്ടുകഴിഞ്ഞറിയാം, ഫുള്ള് വേർത്ത് ഒരു ലെവലായി. നമ്മളിപ്പോൾ ഇന്നലെ നിന്ന സ്ഥലത്തുനിന്ന് ഇപ്പോൾ 2 ടണൽ കഴിഞ്ഞു കേട്ടോ. 2 ടണൽ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടേക്ക് എത്തി. അയ്യോ അയ്യ, ഇന്നും മുകളിലൊരു സ്കൂളാണല്ലേ കണ്ടോ. ഇതൊക്കെ മണ്ണിടിഞ്ഞ് വീഴാണ്ടിരിക്കാൻ കെട്ടിവെച്ചുള്ള കൊണ്ടിട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കണ്ടോ. അവിടെ എല്ലായിടത്തും കെട്ടിയിട്ടുണ്ടല്ലോ. കാണാനൊക്കെ എന്തൊക്കെ ഇങ്ങനെ ചൂട്, ചൂടത്തിട്ട് മരിക്കാറില്ല. ഒരുമാതിരി കുട്ടികളുടെ ചൂടാണല്ലോ. ഉത്തരാഖണ്ഡ് പിടിക്കാൻ വിചാരിച്ചുകൊണ്ട് പറയുള്ളൂ. പക്ഷേ നമ്മൾ ഇന്നലെ ഒന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ബാക്കിൽ പോയിട്ട് അവിടെ നിന്ന് വഴി തെറ്റിപ്പോയി. ഇനിയിപ്പോൾ നന്നായിട്ട് വളഞ്ഞു പോകണം. ഈ വഴിയിൽ നിന്ന് കണ്ടമാനം വളയാണ്ട് ഇനി അതാണ് അടുത്ത പണി കിട്ടിയിട്ട് നമുക്ക്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു സുഖമില്ല, ആകൊരു ചടച്ച അവസ്ഥയായിട്ട്. എന്താണെന്നറിയില്ല, ചവിട്ടാനൊരു മൂടില്ല, ആകൊരു വൃത്തികെട്ട അവസ്ഥ. എന്താ ചെയ്യാന്നാലോചിക്കണം. അങ്ങനെ ലൈറ്റ് തണവുണ്ട്, പക്ഷേ ഹിമാചലത്തിൽ തണവൊന്നുമില്ല. ചെറിയൊരു തണവ്, മഴ പെയ്ത് തന്നെയാണുണ്ട്. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ വേർത്തില്ല, എന്നിട്ട് കാറ്റടിക്കുന്ന കാരണം ഔട്ടായിട്ടാവും. പരിപാടി മക്കളെ. ഹായ്
കൃഷി നമ്മൾ കാണുമ്പോഴാണ് കുറച്ച് സമാധാനം. അങ്ങനെ ഡൗൺ ആയിരിക്കണായിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ചെറിയൊരു ഉഷാറ് കിട്ടും. ചെറുത്ത് കാര്യമായിട്ടൊന്നുമില്ല. ഭയങ്കര വലിയൊരു ഉറക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അയ്യോ വഴിയൊക്കെ നമ്മൾ പോണ്ട വഴി മൊത്തത്തിലൊന്നും മാറിയില്ല, ആകെ തെറ്റിപ്പോയി. വെരി ഗുഡ് നോക്കെ ആയിക്കോട്ടെ. നമ്മള് ഇന്നലെ വരെ മാപ്പ് നോക്കിയിട്ട് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നാ ഇന്നലെ കിടന്ന് നടന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കി പോയി കഴിഞ്ഞാൽ റൈറ്റിക്ക് വഴിയുണ്ടെന്നൊക്കെ. പിന്നെ കാലത്ത് എനിക്ക് നേരെ വഴിയില്ല, ഉച്ചയായില്ലോ. ഉച്ചയ്ക്ക് എൻ്റെ നേരെ ഒറ്റ വിടല്ല കിട്ടു. പിന്നെ മനസ്സിലായത് ആവശ്യം പിന്നെ എനിക്ക് വേണ്ടതാന്ന് പറഞ്ഞാൽ ചെറിയ 2 കയറ്റുണ്ടായിരുന്നു. പിന്നെ ഫുൾ ഇറക്കാറുന്നു. അപ്പം ഞാൻ ഇറക്കാണ്ട് ആസ്വദിച്ച് അടിയിലെത്തി ഇവിടെ ആലോചിച്ചത് പശു വഴി മാറി. പിന്നെ തിരിച്ചു പോകാനൊന്നുമില്ല. തിരിച്ചു പോകാൻ കയറ്റം മൊത്തം കയറ്റണല്ലോ. അപ്പം ഇറക്കണ്ട് അവിടെ പോട്ടെ. എവിടെ എത്താൻ നോക്കാമല്ലോ നമുക്ക്. എന്താ ചെയ്യാം. അപ്പളേ ശരി, കുറച്ചായിട്ട് വരാം. നല്ല ഉറക്കം വരുന്നുണ്ടെങ്കിൽ എന്താണാവും. കുറച്ച് നേരമായി ചവിട്ടണ്, എവിടേക്ക് എത്തണ കാണാനില്ല. അയ്യൻ്റെ പൊന്നോ, ഈ സൈഡിൽ മൊത്തേ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു കണ്ട. തക്കാളിക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. ബാക്കിലൊക്കെ ഫുള്ള് കൃഷി ചെയ്യുന്നത് കാണിച്ചാരാട്ടാ. കണ്ട അതിൻ്റെ ബാക്കിലൊക്കെ കണ്ട ഫുള്ള് കൃഷി തക്കാളി ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട. ഈ വണ്ടികളിലൊക്കെ മൊത്തം കയറ്റി കൊണ്ടുപോകട്ടെ. കണ്ടവാനം കൃഷി തക്കാളിയിലെ തക്കാളി കൂടുതൽ കാണാനുള്ള കണ്ടില്ല നോക്കിയത് ഫുള്ള് തക്കാളിയാ. ഫുള്ള് തക്കാളി, 5 കളി അവിടെ. തക്കാളി മാത്രമല്ല വേറെ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് അവിടെ ആണ് പടർന്ന് കയറണത്. നേരത്തെ കുളിച്ചു. അവിടെയൊക്കെ നോക്കി നന്നായിട്ടുണ്ട് തക്കാളി കൃഷി. ആ മുകളിൽ അവിടെ മലയുടെ മുകളിൽ മേഘം അങ്ങനെ നിൽക്കണതാണ്. അയ്യോ ഒക്കെ അതടയില്ല. തക്കാളി വയ്യ മക്കളെ, വയ്യ. 4 മണി എന്നിട്ട് കിടന്ന് വേർക്കുക. എനിക്ക് ഇതാണ് അവസ്ഥ ഇവിടുത്തെ. 4 മണി നേരത്താണ് ഇമ്മാര് വേർക്കണേ. അങ്ങനെ മക്കളെ ഇന്ന് നമ്മൾ ടെൻ്റ് അടിച്ച് വെച്ചു. ഷിംല പോണ റൂട്ടിലാട്ടോ അത് കണ്ടല്ലേ. ഇതിൻ്റെ അപ്പുറത്തുനിന്നൊരു ഡാമാണെന്ന് കൊണ്ടിട്ടൊരു സംശയമുണ്ട്. ഇതിനപ്പുറത്ത് കണ്ട അങ്ങനെ വണ്ടിയൊക്കെ പറക്കി ചെയ്തിട്ട് കുറേ ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, കുറേ ആൾക്കാർ അവിടെ നിൽക്കണം കാണാണ്ട്. കണ്ടാ മഴ നൂലുണ്ടാ. അതൊരു ഡാം പോലത്തെ സെറ്റപ്പ് ആവുന്നുണ്ട് അപ്പുറത്ത്. ഇത് ഡാമിൻ്റെത് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു, സംശയം അറിയില്ല. കണ്ടില്ലേ ടെൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സൈക്കിള് ബാക്കിലുണ്ട്.
സൈക്കിൾ ഫുള്ള് സെറ്റാണ്. അത് നിന്നിട്ട് ശവം കത്തിക്കണതുകൊണ്ട് കേട്ടോ അവിടെ സൈക്കിളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പരിപാടി നോക്കണം വേറെ കണ്ടില്ലേ സെറ്റാണ്. ഇപ്പം ഇന്ന് ഭക്ഷണം മാഗിയൊക്കെ കയ്യിലുണ്ട്. മാഗി ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കണം. നോക്കട്ടെ എന്തായാലും. കണ്ടില്ലേ വ്യൂ നേരെ ഹൈവേ ആണ്. ഡൽഹി പോണ ഹൈവേ ആണിത്. അങ്ങനെ ഒന്നും പറയട്ടെ മക്കളെ. നമ്മൾ ഇന്ന് ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ടെൻറ്റിൻ്റെ ഉള്ളിലാണ് ഫുഡ് അടി കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലൈറ്റ് മുകളിൽ ഞാത്തിരുന്ന് കണ്ടില്ലേ. മാഗി ഉണ്ടാക്കലാണ് ഇന്നത്തെ പരിപാടി. അങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരാട്ടെ മക്കളെ. അപ്പം ശരി. നല്ല ചൂട് അതിനുള്ളിൽ. എന്ത് ചൂടോ. അപ്പം ശരി കേട്ടോ മക്കളെ. കാണാനില്ലല്ലോ. അങ്ങനെ പരിപാടികൾ. നല്ല മാഗി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കഴിക്കാൻ നോക്കട്ടെ, എടുക്കാൻ നോക്കട്ടെ കേട്ടാ. അപ്പം ശരിയല്ലേ.